ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ബ്യൂട്ടി ടിപ്സ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ മുഖത്ത് ഫേഷ്യലൊക്കെ ചെയ്യാറുണ്ടല്ലേ, കിച്ചണിലെ സാധനങ്ങളെ കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പലതരം ക്രീമുകൾ ഉപയോഗിച്ച് പലതരം സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ മുഖമൊക്കെ നമ്മൾ ഫേഷ്യൽ അയക്കാറുണ്ട് അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ കൈകാലുകളും കേട്ടോ. മുഖം വൃത്തിയാവുന്നത് മാതിരി, മുഖത്തിന് ഭംഗി കൊടുക്കുന്നത് മാതിരി നമുക്ക് നമ്മുടെ കൈകാലുകൾക്കും നല്ല ഭംഗി കൊടുക്കണം കേട്ടോ. കൈകാലുകളും നല്ല വൃത്തിയായിട്ടിരിക്കാൻ നമുക്ക് നോക്കണം. മുഖത്ത് മാത്രം പോരാ, നമുക്ക് നമ്മുടെ കൈകാലുകൾ വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് നല്ല വൃത്തിയിൽ തന്നെ കൊണ്ടു നടക്കണം. ആരും കണ്ടാൽ കൊതിക്കുന്ന കൈകാലുകളായിരിക്കണം. അപ്പോൾ അതെങ്ങനെയാണ്, എന്തൊക്കെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. സാധാരണ നമ്മുടെ കിച്ചണിലുള്ള സാധനങ്ങളെ കൊണ്ട് തന്നെയാണ് നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വെറുതെ ആവശ്യമില്ലാത്ത ഒരുപാട് പൈസയൊന്നും മുടക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കിച്ചണിലുള്ള സാധനങ്ങളെ കൊണ്ട് തന്നെ നമുക്ക് നല്ല ഭംഗിയുള്ള കൈകാലുകളാക്കാൻ പറ്റും കേട്ടോ. ആര് കാണുമ്പോഴും നമുക്ക് കൈ കാലുകൾ കാണുമ്പോഴും നമുക്ക് നല്ല ഭംഗിയൊക്കെ വേണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളെടുത്തു. അതിലേക്ക് ഒരു ഒരു 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് ഇട്ടിരിക്കുന്നത്. ബേക്കിംഗ് സോഡ അല്ല, സോഡ പൗഡർ. സോഡാക്കാരെന്നൊക്കെ പറയില്ലേ, ബേക്കിംഗ് സോഡ അല്ല, സോഡാക്കാരെന്ന് പറയുമല്ലോ. ഒരു 1 1/4 ടീസ്പൂണ് സോഡാക്കാരം, പിന്നെ അത്രയും തന്നെ 1 1/4 സ്പൂണ് സാധാരണ ഉപ്പ്, നമ്മൾ കറികൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഉപ്പ്, പിന്നെ ഒരു 1/2 ടീസ്പൂണ് കാപ്പിപ്പൊടിയാണ് കേട്ടോ. അത് ഏത് കാപ്പിപ്പൊടി ആയാലും വേണ്ടില്ല, നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കാപ്പിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു അരമുറി പകുതി നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ച് നമുക്ക് എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അത് നാരങ്ങ നീരൊക്കെ ഒഴിക്കുമ്പോൾ നന്നായിട്ട് പതഞ്ഞ് വരും കേട്ടോ. അപ്പോൾ ഈ 4 കൂട്ടം മാത്രമേ വേണ്ടൂ: സോഡാക്കാരം, ഉപ്പ്, കാപ്പിപ്പൊടി, ചെറുനാരങ്ങ നീര്. ഈ 4 കൂട്ടം നമ്മുടെ കിച്ചണിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളല്ലേ, അത് മാത്രമേ വേണ്ടൂ. നമുക്ക് നല്ല മനോഹരമായ കൈകാലുകളാക്കാം കേട്ടോ. എല്ലാം കൂടി നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് നല്ല ഒരു പേസ്റ്റ് രൂപത്തിലാക്കണം കേട്ടോ. ആ ചെറുനാരങ്ങ നീര് ചെന്നപ്പോൾ നല്ല പോലെ പതഞ്ഞ് വന്നു കേട്ടോ. നല്ല ക്രീമായിട്ട് കിട്ടി. ആ ക്രീം നമുക്ക് കയ്യിൽ നമുക്ക് വെച്ച് നമുക്ക് നല്ല പോലെ ഒന്ന് മസാജ് ചെയ്യാം കേട്ടോ. നന്നായി മസാജ് ചെയ്യണം. അപ്പോൾ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കിട്ടുകയും ചെയ്യും. നല്ല കളർ, നല്ല ഭംഗിയുള്ള കൈകളായിട്ട് കിട്ടും. നന്നായി മസാജ് ചെയ്യണം. കുറച്ചധികം നേരം തന്നെ, ഒരു 5-10 മിനിറ്റ് നമുക്ക് നന്നായി മസാജ് ചെയ്യണം. 2 കൈകളും നന്നായി മസാജ് ചെയ്യാം. നല്ല ഭംഗിയാവട്ടെ, നല്ല കൈകളായിട്ട് കിട്ടും. നന്നായി മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതുപോലെ മറ്റേ കൈയും ചെയ്യാം. 2 കൈയും മാറി മാറി നമുക്ക് നന്നായി മസാജ് ചെയ്യണം. നല്ല പോലെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് മുട്ടിന് താഴെ എല്ലാ സ്ഥലത്തും നമുക്ക് കൈ ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാ സ്ഥലത്തും നല്ല കളർ വരും. നല്ല ഭംഗിയുള്ള കളറായിട്ട് കിട്ടും നമുക്ക്. നന്നായി മസാജ് ചെയ്യുന്നുണ്ട്. എല്ലാം നല്ല സാധനങ്ങളാണ്. നമുക്ക് ഒട്ടും പൈസ ചിലവില്ലാണ്ട് വീട്ടിലുള്ള സാധനങ്ങളെ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതല്ലേ. അതിന് ശേഷം നമ്മൾ നാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ നാരങ്ങയുടെ തൊണ്ടും കൊണ്ട് നമുക്ക് വീണ്ടും നന്നായി മസാജ് ചെയ്യട്ടെ. ഈ നാരങ്ങയുടെ തൊണ്ട് വളരെ നല്ലതാണ് കേട്ടോ. നമ്മുടെ നഖത്തിനൊക്കെ നല്ല കളർ കിട്ടും. നഖത്തിൻ്റെ അഴുക്കൊക്കെ നന്നായിട്ട് പോകും. നമ്മുടെ കൈകാലുകളുടെ നഖത്തുമ്മയൊക്കെ ഈ ചെറുനാരങ്ങയുടെ തൊണ്ട് കൊണ്ട് നമ്മൾ നല്ല പോലെ മസാജ് ചെയ്യണമെങ്കിൽ, നല്ല പോലെ തേച്ച് മസാജ് ചെയ്യണമെങ്കിൽ അഴുക്കൊക്കെ പോയി നല്ല ഭംഗിയുള്ള കൈകാലുകൾ നല്ല നഖമായിട്ട് കിട്ടും. അപ്പം നമ്മൾ ചെറുനാരങ്ങയുടെ തൊണ്ട് ഈ ക്രീമിൽ മുക്കിയിട്ട് വീണ്ടും നന്നായിട്ട് മസാജ് ചെയ്യണം കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടല്ലോ, നല്ല കളറായിട്ട് കിട്ടുന്നില്ലേ, അഴുക്കൊക്കെ പോയി നല്ല കളറായിട്ട് കിട്ടിയിട്ടോ. ഇതാ, 2 കൈയും മാറി മാറി നമുക്കിങ്ങനെ ചെയ്യണം കേട്ടോ. അതിനുശേഷം ഞാൻ ഒരു കാലും കൂടി കുറച്ചൊന്ന് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതേ ക്രീം തന്നെ നമുക്ക് കാലുമ്മേ ഒന്ന് വെച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യാം. കൈ കൊണ്ട് നമുക്ക് കാലുമ്മയും കൂടി പരട്ടിയിട്ട് നമുക്ക് നന്നായി നമ്മുടെ കാലും മസാജ് ചെയ്യാം. ആ വിരലിലും കാലിൻ്റെ എല്ലാ സ്ഥലത്തും വിരലിലും ആ നഖമൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്യാം. ഒട്ടും പൈസ ചിലവില്ലാത്തതല്ലേ. നമ്മുടെ കിച്ചണിലെ സാധനങ്ങളെ കൊണ്ട് നമുക്ക് നന്നായിട്ട് നമ്മുടെ കൈയും കാലും ഭംഗിയായിട്ട് കൊണ്ടു നടക്കാമല്ലോ. നന്നായി കുറച്ച് മസാജ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ കിട്ടും. അതിനുശേഷം നാരങ്ങയുടെ തൊലി കൊണ്ട് നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്യണം കേട്ടോ. കാലിൻ്റെ നഖത്തിലും ആ നഖത്തുമ്മയൊക്കെ നന്നായിട്ട് മസാജ് ചെയ്യണം ചെറുനാരങ്ങ നീരുണ്ട്. അപ്പോൾ കാലിൻ്റെ നഖമൊക്കെ നല്ല വൃത്തിയായിട്ട് അതിൽ അഴുക്കൊക്കെ പോയി കിട്ടി നല്ല ഭംഗിയായിട്ട് കിട്ടും. നന്നായി മസാജ് ചെയ്യണം.
ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ആഴ്ചയിൽ നമുക്ക് ഓരോ ദിവസം ഇങ്ങനെ ചെയ്യണം. അപ്പോൾ നല്ല നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ടുള്ള കാലും കൈകളായിട്ട് കിട്ടും നമുക്ക്. ആ, നന്നായി മസാജ് ചെയ്യണം കേട്ടോ. രണ്ട് കാലും മാറി മാറി നമുക്ക് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്കത് എല്ലാം നല്ലപോലെ കഴുകി കൊണ്ടുവന്നു കേട്ടോ. കാലും കൈയൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി നമുക്ക് വീണ്ടും ഒരു ക്രീമും കൂടി നമുക്ക് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു ചെറിയൊരു ബൗൾ എടുത്തു. അതിലേക്ക് ഒരു അര ടീസ്പൂണ് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് കേട്ടോ. കസ്തൂരി മഞ്ഞൾ പൊടിച്ച പൊടിയാണ്, വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാണ്. ഒരു അര ടീസ്പൂണ് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഇട്ട് കൊടുത്തു. അതിലേക്ക് വീണ്ടും ഒരു 1/4 ടീസ്പൂണ് കാപ്പിപ്പൊടിയാണ് കേട്ടോ ഇട്ടത്. കാപ്പിപ്പൊടിയും വളരെ നല്ലതാണ്. അതിനുശേഷം അതിലേക്ക് അലിയാൻ ആവശ്യമുള്ള തേനും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ തേനും കൂടി ഒഴിച്ച് നമുക്ക് എല്ലാം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ കസ്തൂരി മഞ്ഞളും ഈ കാപ്പിപ്പൊടിയും തേനും വളരെ നല്ലത് തന്നെയാണ്. കൈകാലുകൾ നല്ല മിനുസായിട്ട് നല്ല നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ. വീണ്ടും നമുക്ക് ഒന്ന് മസാജ് ചെയ്യാം. നന്നായി നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് കാലിലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് കാലിൽ ചെയ്യുന്നത് കാണിക്കുന്നില്ല, കയ്യിൽ ചെയ്യുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പം നമ്മുടെ കിച്ചണിലെ സാധനങ്ങളെ കൊണ്ട് നമ്മുടെ കാലും കൈയും എത്ര നല്ല മനോഹരമായ കൈകാലുകളായി. അപ്പോൾ എല്ലാവരും നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഒട്ടും പണം ചിലവിലില്ല. വെറുതെ ബ്യൂട്ടി പാർലറിൽ പോയി ഒരുപാട് പൈസയൊന്നും ചിലവാക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് വീട്ടിലെ ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ വീട്ടിലെ കിച്ചണിലെ സാധനങ്ങളെ കൊണ്ട് തന്നെ നമുക്ക് നല്ല വൃത്തിയായിട്ട് നമ്മുടെ കൈകാലുകളെ സംരക്ഷിക്കാമല്ലോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്നായി മസാജ് ചെയ്ത് പിടിപ്പിക്കണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.